സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുമുള്ള വളരെ വ്യത്യസ്തമായ അല്ലെങ്കിൽ വിചിത്രമായ ഒരു നിലപാടാണ്. ഹിന്ദു പാരമ്പര്യങ്ങളോട് നിഷേധാത്മക സമീപനം തുടർന്നിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. ക്ഷേത്ര ചടങ്ങുകളിലെ പോലീസ് ഗാർഡ് ഓഫ് ഓണർ നിർത്തലാക്കുകയാണ് ഉത്തരവിറക്കിയ ആഭ്യന്തര വകുപ്പ്. ഗാർഡ് ഓഫ് ഓണർ വേണമെങ്കിൽ ചെലവ് ക്ഷേത്രങ്ങൾ വഹിക്കണമെന്ന തെട്ടൂരം. അട്ടിമറിക്കപ്പെടുന്നത് കാലങ്ങളായുള്ള ക്ഷേത്ര ആചാരങ്ങളാണ്. പ്രജിത്ത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, നമുക്കറിയാം ഈ ദേവസ്വം ബോർഡിന് പല പല ക്ഷേത്രങ്ങളിലൂടെ കിട്ടുന്നത് ഭീമമായ തുക തന്നെയാണ് വരുമാനം എന്ന നിലയിൽ. എന്നാൽ അത് വേണ്ട എന്ന് വയ്ക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല. പക്ഷേ ഇത്തരം ക്ഷേത്രങ്ങളിൽ കാലങ്ങളായി നടത്തി വരുന്ന ഈ ഗാർഡ് ഓഫ് ഓണർ അടക്കം നിർത്തുന്ന ഒരു സാഹചര്യം സർക്കാർ എടുത്തിരിക്കുന്നു, അല്ലേ? അങ്ങനെയാണ് പറയേണ്ടി വരിക. കാരണം ഒരു തരത്തിൽ പറഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത് ഈ ക്ഷേത്രങ്ങൾ കൈമാറുന്ന സമയത്ത് പണ്ട് തിരുവിതാംകൂറിൻ്റെയൊക്കെ കാലത്താണെങ്കിൽ അന്ന് കവനൻ്റുകളൊക്കെ ഉണ്ട്. ഈ കവനൻ്റുകളിലൊക്കെ ഉപ്പുവെച്ച് അല്ലെങ്കിൽ ആ രീതിയിൽ ക്ഷേത്രങ്ങളുടെ അധികാരമൊക്കെ കൈക്കലാക്കിയ ശേഷം ഇന്ന് അത്തരമൊരു ആചാരം തന്നെ പൂർണ്ണമായി നിർത്തുമെന്നുള്ളൊരു സമീപനത്തിലേക്കാണ് ഇപ്പോൾ സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. കാരണം കാലങ്ങളായി തുടരുന്ന ഇത്തരം സമ്പ്രദായങ്ങൾ ഒറ്റയടിക്ക് നിർത്തലാക്കാൻ സംസ്ഥാന സർക്കാരിനോ പോലീസിനോ ആഭ്യന്തര വകുപ്പിനോ ഒക്കെ എന്ത് അധികാരമുണ്ട് എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ പ്രധാനമായും ഉയരുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് ഈ ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹയുടെ നേതൃത്വത്തിൽ ചേർന്നൊരു യോഗത്തിലാണ് ഇത്തരമൊരു തീരുമാനമുണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരം ശ്രീവരാഹത്തെ ഒരു ഗണപതി ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് ഈ രീതിയിൽ ഗാർഡ് ഓഫ് ഓണർ നൽകുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ യോഗം ചേർന്നത്. ഈ യോഗത്തിലാണ് പൂർണ്ണമായും ഗാർഡ് ഓഫ് ഓണറുകൾ നിർത്തലാക്കുന്ന രീതിയിലേക്ക് സംസ്ഥാനത്തെ പ്രമുഖമായ 20ഓളം ക്ഷേത്രങ്ങളിലാണ് ഈ രീതിയിൽ ഇപ്പോൾ തിരുവനന്തപുരം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം അടക്കമുള്ള ക്ഷേത്രങ്ങൾ ഇത്തരത്തിൽ ഗാർഡ് ഓഫ് ഓണറുകളും ഈ ക്ഷേത്രത്തിൻ്റെ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട പോലീസിൻ്റെ അകമ്പടിയും ഒക്കെ ഉള്ളത്. അത് രാജഭരണകാലം തൊട്ട് തുടർന്നു വന്നിരുന്ന ഒരു സമ്പ്രദായമാണ്. അത് പൂർണ്ണമായും ഉപേക്ഷിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് പോയിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ രീതിയിൽ ഗാർഡ് ഓഫ് ഓണറുകളൊക്കെ നൽകണമെങ്കിൽ അതിന് പ്രത്യേകമായ പണം ഈടാക്കണം എന്നുള്ളൊരു നിലപാടിലേക്കും ആഭ്യന്തര വകുപ്പ് പോയിരിക്കുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ ഇപ്പോൾ തിരുവനന്തപുരത്താണെങ്കിൽ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം, അതോടൊപ്പം ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, തൃപ്പൂണിത്തുറ പൂർണ്ണത്രയേശ്വര ക്ഷേത്രം തുടങ്ങി 20ഓളം ക്ഷേത്രങ്ങളിലാണ് ഈ രീതിയിൽ ഗാർഡ് ഓഫ് ഓണറുകളും ഈ ക്ഷേത്ര ചടങ്ങുകൾക്ക് ഇത്തരത്തിൽ പോലീസിൻ്റെ അകമ്പടിയും ഒക്കെ ഉള്ളത്. അത് അത്രയും അധികം വർഷങ്ങളായി നടന്നു വരുന്നു. ഏതാണ്ട് അതൊരു ക്ഷേത്രാചാരത്തിൻ്റെ ഭാഗമായി തന്നെ മാറിയിരിക്കുന്ന ഒരു സാമ്പ്രദായിക രീതികളൊക്കെ ആയി മാറിയിരിക്കുന്ന ഒരു രീതി തന്നെ ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. അത് ഒറ്റയടിക്ക് നിർത്തലാക്കുമ്പോഴാണ് ഒരു വലിയ പ്രതിഷേധം ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് യോഗക്ഷേമ സഭയൊക്കെ ഇപ്പോൾ തന്നെ പ്രതിഷേധം അറിയിച്ച് രംഗത്ത് വന്നു കഴിഞ്ഞു. ഹൈന്ദവ ക്ഷേത്രങ്ങളോട് സർക്കാർ സ്വീകരിക്കുന്ന നിഷേധാത്മകമായ നിലപാടാണ് ഇതെന്നുള്ളതാണ് വിമർശനം ഉയരുന്നത്. ക്ഷേത്രാചാരങ്ങളുമായി ബന്ധപ്പെട്ട സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇടപെടലുകൾ ഉണ്ടാകുന്നു എന്നതിലുള്ള വിമർശനങ്ങൾ നേരത്തെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പമാണ് കാലങ്ങളായി തുടർന്നു വരുന്ന ഒരു രീതി, അത് ഒരു മുന്നറിയിപ്പുമില്ലാതെ ഒറ്റയടിക്ക് നിർത്തലാക്കാനുള്ള ഒരു ഏകപക്ഷീയമായ തീരുമാനത്തിലേക്ക് സർക്കാർ പോയിരിക്കുന്നത് എന്നുള്ളതാണ്. ഹൈന്ദവ സംഘടനകളോടോ വിശ്വാസ സമൂഹത്തോടോ യാതൊരു ചർച്ചകളും നടത്താതെയാണ് ആഭ്യന്തര വകുപ്പ് ഇത്തരമൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഈ തീരുമാനം അറിയിച്ചുകൊണ്ട് അതെ, ഈ രാജഭരണകാലത്തൊക്കെ തുടങ്ങിയ ആചാരങ്ങളും ഗാർഡ് ഓഫ് ഓണറുകളും ഒക്കെയാണ് കാലങ്ങളായി ഇപ്പോഴും തുടർന്ന് വന്നിരുന്നത്. ദേവിക, നമുക്കറിയാം വളരെയധികം വിലപിടിപ്പുള്ള തിടമ്പുകൾ, അതേപോലെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ, കോലങ്ങൾ ഒക്കെയാണ് ഇത്തരം ആയിരങ്ങൾ പങ്കെടുക്കുന്ന ഘോഷയാത്രയിലൊക്കെ എഴുന്നള്ളിക്കുകയോ അത് ഈ ഇത്തരത്തിൽ ഘോഷയാത്രയായി കൊണ്ടുപോകുകയൊക്കെ ചെയ്യും. മാത്രമല്ല, സർക്കാർ പറഞ്ഞിരിക്കുന്ന മറ്റൊരു പരാമർശം എന്ന് പറയുന്നത് ക്ഷേത്രങ്ങൾക്ക് വേണമെങ്കിൽ അവരുടെ ചിലവിൽ ചെയ്യാമെന്നത് തന്നെയാണ്. എന്നാൽ തിരിച്ച് ജനങ്ങൾ അതുപോലെ, വിശ്വാസികൾ അതുപോലെ ചിന്തിക്കാൻ തുടങ്ങിയാൽ സർക്കാരിന്റെ കാര്യത്തിൽ വലിയ ആശയക്കുഴപ്പം ഉണ്ടാവും. കാരണം അവിടെയുള്ള വരുമാനം മുഴുവൻ എത്തിച്ചേരുന്ന സർക്കാരിലേക്കാണ്. എന്നാൽ അത് സർക്കാർ കണക്കാക്കപ്പെടുന്ന അല്ലെങ്കിൽ കണക്കിലേ എടുക്കുന്നില്ല. ഇതിന് ജനങ്ങൾ അല്ലെങ്കിൽ വിശ്വാസികൾ കൊണ്ടുപോകുന്ന ക്ഷേത്രങ്ങൾ തന്നെ ഈ ഒരു കാര്യത്തിൽ ചിലവ് വഹിക്കണമെന്ന് പറയുന്നത് എത്രത്തോളം ശരിയായ ഒരു നിലപാടാണ് എന്നുള്ളത് ഒരു കാര്യമാണ്. നമുക്കറിയാം അത്തരത്തിലുള്ള കാര്യങ്ങൾക്കാണ് ഇപ്പോൾ സർക്കാർ നിയന്ത്രണം കൊണ്ടുവരുന്നത്.